السلام عليك أيها النبي ورحمة الله وبركاته إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم والحمد لله رب العالمين تقبل الله കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് സ്വീകരിക്കട്ടെ. ഈ ചാരിറ്റി വില്ലേജിലെ ഈ സാധു മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ മജ്ലിസിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഓതിയ മുഴുവൻ പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ഹർഫുകളെയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് സലാമുകൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സ്ഥാപനത്തിലും നാം ഇതുവരെയുമായി ചെയ്ത മുഴുവൻ സേവന പ്രവർത്തനങ്ങളെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് ഈ ദുആഇന്റെ മജ്ലിസിലേക്ക് വിവിധങ്ങളായ നിയ്യത്തുകൾ മനസ്സിൽ കരുതി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ഒട്ടേറെ ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹലാലായ മുഴുവൻ മുറാദുകളെയും കാരുണ്യവാനായ റബ്ബ് നിറവേറ്റി കൊടുക്കട്ടെ. അഭിലാഷങ്ങളെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ആശങ്കകളെയും പ്രതിസന്ധികളെയും അല്ലാഹു മോചിപ്പിച്ച് റാഹത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും എല്ലാവരെയും അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അല്ലാഹു ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്യ ഇന്നത്തെ ദിവസം പ്രത്യേകം ദുആ വസിയത്ത് ചെയ്ത് വന്നിട്ടുള്ള ചടയമംഗലം അൻസർ എന്ന സഹോദരന്റെ ഭാര്യയുടെ പിതാവ് MK നാസർ സാഹിബ് അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ അസ്വസ്ഥതകളെയും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അവരുടേതായ എല്ലാ ബുദ്ധിമുട്ടുകളെയും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാവിധ നിഅമത്തുകളും അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എന്തെല്ലാം കാര്യമാണോ അവർ നിയ്യത്ത് ചെയ്തിട്ടുള്ളത്, ആ നിയ്യത്ത് ചെയ്ത വിഷയങ്ങളെ ഒക്കെ റഹ്മാനായ റബ്ബ് സഫലമാക്കി കൊടുക്കട്ടെ. എല്ലാ ജീവിതത്തിന്റെ ഖൈറുകളെയും അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ പെരുമാതുറ ഷബീർ എന്ന സഹോദരൻ, അദ്ദേഹത്തിന് എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു മോചനം കൊടുക്കട്ടെ. അവരും നിയ്യത്ത് ചെയ്ത വിഷയങ്ങൾ അല്ലാഹു പൂർണ്ണാർത്ഥത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. കോട്ടുകുന്നം മാധവപിള്ള എന്ന സഹോദരന്റെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും നാഥനായ റബ്ബ് നൽകട്ടെ. അവിടെ ചെറുമകന് ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിദായത്തിന്റെ പ്രകാശത്തിനെ കൊണ്ട് അല്ലാഹു ധന്യമാക്കുമാറാകട്ടെ. അതുപോലെ കല്ലറ നജ്മുദ്ദീൻ എന്ന സഹോദരന്റെ മരണപ്പെട്ടു പോയ പിതാവ് മാഹിൻ സാഹിബ് അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു, ആ പിതാവിന് അല്ലാഹു സ്വർഗ്ഗം നസീബാക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പാരത്രിക ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനവും വിജയവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഖൈറുകളും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അയത്തിൽ നൗഷാദ് എന്ന സഹോദരന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഇരുവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഉന്നതമായ സ്വർഗം നൽകട്ടെ. സ്വീകരിക്കപ്പെടുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചൽ സബീർ അലി എന്ന സഹോദരന്റെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും റഹ്മാനായ റബ്ബ് നൽകട്ടെ. അവരുടെ വിദേശത്തുള്ള മകന് ഏറ്റവും അനുയോജ്യമായ വിവാഹം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അവരുടെ ജോലിയിൽ വലിയ ബറക്കത്തിന് അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാവിധ ഐശ്വര്യവും പടച്ചറബ് പ്രദാനം ചെയ്യട്ടെ. മറ്റെന്തെല്ലാം നിയ്യത്തുകൾ മനസ്സിൽ കരുതിയിട്ടുണ്ടോ അതൊക്കെ അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. വാഴക്കാല മുഹമ്മദ് ഷബീർ എന്ന സഹോദരന്റെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ഐശ്വര്യം നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നുമുള്ള കാവൽ അല്ലാഹു നൽകുമാറാകട്ടെ. അവരുടെ സഹോദരന്റെ ഭാര്യയുടെ പിതാവ് മരണപ്പെട്ടിട്ട് ഒരു ആണ്ടുകൂടെ തികയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കട്ടെ. സ്വീകരിക്കപ്പെടുന്ന സജ്ജനങ്ങളുടെ പരലോകത്തോടൊപ്പം ഇവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ.
അതുപോലെ വാഴക്കാല സജാദ് എന്ന സഹോദരന്റെ മരണപ്പെട്ട പിതാവ് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അല്ലാഹുമ്മ അതുപോലെ ശാരീരികമായ രോഗശമനത്തിനും ഭാര്യയുടെ സുഖപ്രസവത്തിനും സ്വാലിഹായ സന്താനത്തിനും ജോലിയിലെ ബറക്കത്തിനും വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെയും അള്ളാഹു സഫലമാക്കട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങളെ ഒന്നുപോലും നഷ്ടപ്പെടാതെ റഹ്മാനായ റബ്ബ് എല്ലാവിധ ഖൈറും കൊടുക്കട്ടെ. ഇവിടെ ജോലിയിൽ, വരുമാനത്തിൽ, ഉപജീവന വഴിയിൽ വലിയ ബറക്കത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. ഐശ്വര്യം നാഥനായ റബ്ബ് നൽകട്ടെ. അതുപോലെ വാളക്കാട് മോഡൽ ബ്രെഡ് എന്ന സ്ഥാപനം, അതിന്റെ ഉടമ സജിൻ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബറിനെ അള്ളാഹു പ്രകാശപൂരിതമാക്കട്ടെ. ഉന്നതമായ ദറജകൾ അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസ് നൽകപ്പെടുന്നവർ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അതുപോലെ കമ്പനിയിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവിടുത്തെ തൊഴിലാളികൾക്ക് നല്ല ബറക്കത്ത് അള്ളാഹു കൊടുക്കട്ടെ. ഉന്മേഷത്തോടെ ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നൽകുമാറാകട്ടെ. അതുപോലെ കാട്ടായിക്കുളം തൻസീർ എന്ന സഹോദരൻ മരണപ്പെട്ടു പോയ പിതാവ്, ആ പിതാവിനും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, സ്വർഗാവകാശികളിൽ പെടുത്തട്ടെ. എന്തെല്ലാം നന്മകളാണോ ഈ പിതാവിന് വേണ്ടി അവർ ചെയ്തത്, അതിനെ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ, ഖൈറ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നല്ല ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. എല്ലാ ഖൈറുകളെയും അള്ളാഹു അധികരിപ്പിച്ച് കൊടുക്കുമാറാകട്ടെ. അതുപോലെ വെമ്പായം അഷ്റഫ് സാഹിബ്, ബഷീർ സാഹിബ്, അള്ളാഹു അവർക്ക് അനുഗ്രഹം നൽകട്ടെ. ഒരുപാട് വർഷങ്ങളായി നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ സഹകാരിയാണ്, നിത്യ സന്ദർശകരാണ്. അവരുടെ സംരംഭങ്ങളെ അള്ളാഹു വിജയിപ്പിക്കട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ഇരുവർക്കും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകട്ടെ. നാളെ പാരത്രിക ലോകത്തെ സ്വീകരിക്കപ്പെടുന്ന സജ്ജനങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ ഖൈറും അനുഗ്രഹങ്ങളും നിറഞ്ഞ ദാമ്പത്യ റാഹത്തായ ജീവിതം അള്ളാഹുർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത സമയത്ത് വൈവാഹിക കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള മക്കൾ, മരുമക്കൾ, അവരുടെ ജീവിത വഴികൾ ഒക്കെ അള്ളാഹു റാഹത്താക്കട്ടെ. ഗൾഫിൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി ഒരുപാട് നാളായി അധ്വാനിക്കുന്ന മരുമകൻ ഏറ്റവും ഹൈറായ ഒരു ജോലി, അതുപോലെ മക്കൾ, മരുമക്കൾ, അവരെല്ലാവരും അധ്വാനിക്കുന്ന, ആഗ്രഹിക്കുന്ന, അനുയോജ്യമായ ഏറ്റവും നല്ലൊരു ഉദ്യോഗത്തിലേക്ക്, ജോലിയിലേക്ക് ഇവരെല്ലാവരെയും അള്ളാഹു എത്തിക്കുമാറാകട്ടെ. മറ്റെന്തെല്ലാം നിയ്യത്തുകൾ കരുതിയോ ആ നിയ്യത്തുകളൊക്കെ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അമീന എന്ന പൊന്നുമോള് പരിശുദ്ധ ഖുർആൻ ഹാഫിളത്താകുന്നതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം വസിയത്ത് ചെയ്ത കാര്യം അള്ളാഹു സഫലമാക്കുമാറാകട്ടെ. ആ നിയത്തിനെയും അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ കറാമത്ത് ദൃശ്യമാകുന്ന ജീവിതം അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു അവർക്ക് രോഗശമനം അള്ളാഹു കൊടുക്കട്ടെ. ഈ സഹോദരൻ നിയത്ത് ചെയ്തേക്കുന്ന വിഷയം എന്താണോ, ഏത് രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ, പ്രയാസമാണോ അനുഭവിക്കുക, ആ ബുദ്ധിമുട്ടിനെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. പ്രയാസത്തിനെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ചടയമംഗലം മനസ്സിലെന്ന സഹോദരന്റെ പിതാവ് MK നാസർ സാഹിബ് മരണപ്പെട്ടു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. സ്വർഗാവകാശങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്തെ മുഅ്മിനീങ്ങളിൽ സ്വീകരിക്കപ്പെടുന്ന ആളുകൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവരെയും നമ്മയും എല്ലാവരെയും അള്ളാഹു വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ എന്തെല്ലാം നിയ്യത്തുകളുമായി മജ്‌ലിസിലേക്ക് വന്നവരുണ്ടോ, നമ്മൾ ഓരോരുത്തരുടെ മനസ്സിന്റെ നിയ്യത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ് കൃത്യമായി വ്യക്തമായിട്ടുള്ളത്. പടച്ച റബ്ബിന്റെ മുമ്പിൽ അതൊക്കെ വ്യക്തമാണ്. നമ്മുടെ മനസ്സിനെ കൃത്യമായി കാണുന്നവനാണ് റഹ്മാനായ റബ്ബ്. അവനേത് കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താലും അള്ളാഹു കൃത്യമായിട്ട് ആ കാര്യം അതിന്റെ ആവശ്യകതയ്ക്കനുസരിച്ച് പൂർത്തീകരിച്ചു തരും. പ്രത്യേകിച്ച് ഈ ചാരിറ്റി വില്ലേജിലെ ഈ സാധുക്കളായ മക്കൾ ഒരു തെറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്യാത്ത, നിഷ്കളങ്കരായ, ശരീരം കൊണ്ട് മാത്രം വലിപ്പം, പ്രായം കൊണ്ട് മാത്രം വലിപ്പം, മനസ്സുകൊണ്ടും ഉള്ളുകൊണ്ടും കുട്ടികളെ പോലെയുള്ള ഈ കുരുന്നുകളോട്, സഹോദരങ്ങളോട് പടച്ചവന് വലിയ കരുണയാണ്. ഇവരോടുള്ള കരുണ ഇൻഷാ അല്ലാഹ് നമ്മുടെ നിയ്യത്തുകൾക്ക് പ്രതിഫലിക്കും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ നിയ്യത്തുകളെല്ലാം അള്ളാഹു സഫലമാക്കട്ടെ. ഈ മജ്‌ലിസിലേക്ക് എത്തിച്ചേർന്ന ഓരോ വ്യക്തികളും എന്തെല്ലാം നിയ്യത്തുകൾ മനസ്സിൽ കരുതിയോ, എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, അതൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഖൈറായ രൂപത്തിൽ പരിഹരിച്ചു കൊടുക്കട്ടെ, പൂർത്തീകരിച്ചു കൊടുക്കട്ടെ, സഫലമാക്കി കൊടുക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب
ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഓരോരുത്തരോട് നിയ്യത്തുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ആമീൻ പറഞ്ഞു. അല്ലാഹു നമ്മുടെ മനസ്സുകളെയാണ് നോക്കുക, സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في كل أمورنا خصوصا فيما أعطيتنا وبارك لنا فيما تعطينا وارزقنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. اللهم سلمنا وسلم أهلنا وسلم كل من تعلقوا بنا من كل آفات الدارين وارزقنا وإياهم من سعادات الدارين. اللهم وفقنا لما تحب وترضى واجعل آخرتنا خيرا من الأولى. اللهم بارك لنا في كل أمورنا خصوصا في عيشنا وفي معيشتنا وفي زراعتنا وفي تجاراتنا وفي معاملاتنا وفي معاشراتنا وفي سائر أمورنا تما يا رب العالمين. അർഹമുർറഹീമായ ദയാലുവായ അല്ലാഹ്, സ്നേഹനിധിയായ കാരുണ്യവാനായ റഹ്മാനെ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. കാരുണ്യകടലായ രക്ഷിതാവേ, ഞങ്ങൾ ഓതിയ നിന്റെ പരിശുദ്ധ ഖുർആൻ, നിന്റെ വിശുദ്ധമായ യാസീൻ ശരീഫിനെ നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ഹബീബുനാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഞങ്ങളുടെ നേതാവിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തുകളെ സ്വീകരിക്കണം അല്ലാഹ്. അദ്കാർ തസ്ബീഹാത്തുകളെ കബൂലാക്കണേ അല്ലാഹ്. ഇതേവരെ ഞങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും ചെയ്ത അഅ്മാലു സ്വാലിഹാത്തുകൾ എത്രയുണ്ടോ, വിശിഷ്യ ഈ ചാരിറ്റി വില്ലേജിലെ ഈ സാധു മക്കൾക്ക് വേണ്ടി, നിഷ്കളങ്കരും തളർന്നവരുമായ മക്കൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ, സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന ഖിദ്മത്തുകളെ കബൂലാക്കണം അല്ലാഹ്. ഇന്നേ വരെ ചെയ്ത സൽപ്രവർത്തനങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ എല്ലാ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ എന്തെല്ലാം ഏതെല്ലാം നിയ്യത്തുകളുമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഇവിടെ എത്തിച്ചേർന്നവരുണ്ടോ, ഈ വസിയത്ത് ചെയ്തിട്ട് ഈ ദുആയിൽ പ്രതീക്ഷയോടെ കഴിയുന്നവരുണ്ടോ, അവിടെ നിയ്യാത്തുകളെ നീ പൂർണ്ണാർത്ഥത്തിൽ വിജയത്തിലാക്കണേ അല്ലാഹ്. നീ വിജയിപ്പിക്കണം റഹ്മാനെ. എല്ലാവിധ ആഫത്ത് ബലാ മുസീബത്തിൽ നിന്നും കാക്കണം അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, എന്തെല്ലാം ഏതെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ആരെല്ലാം ഉണ്ടോ, അവിടെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങൾ മുറാദുകൾ നീ സഫലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ കാര്യങ്ങളും നീ റാഹത്താക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, എന്തെല്ലാം ആശങ്കകൾ, രോഗങ്ങൾ, ഇടങ്ങേറുകൾ, അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കടബാധ്യതകൾ, ഞെരുക്കങ്ങൾ കൊണ്ട് വിവിധങ്ങളായ രൂപത്തിലൂടെ കഷ്ടപ്പെടുന്ന പലരുമുണ്ട് റബ്ബേ. അവർക്ക് നീ സമാധാനം നൽകണം അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആയുരാരോഗ്യം നൽകണേ അല്ലാഹ്. ജീവിത അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ദുആഇനെ നീ സ്വീകരിക്കണം റഹ്മാനെ. പടച്ചവനെ, ഇവിടെ വായിക്കപ്പെട്ട ലിസ്റ്റിലെ ഓരോ വ്യക്തികളുടെ പേര് അവരെ മനസ്സിൽ കരുതിയ കൂടെയുള്ള വ്യക്തികൾ ആരാണ് പടച്ചവനെ ഒക്കെയും കൃത്യമായി അറിയുന്ന അല്ലാഹ്. ഈ മനസ്സുകളിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും നിറവേറ്റണം അല്ലാഹ്. ആശങ്കപ്പെടുന്ന സർവമാന വിഷയങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്.
അല്ലാഹുവേ മറ്റെന്തെല്ലാം ആശങ്കകളും ബാധ്യതകളുണ്ടോ നിറവേറ്റി തരണേ അല്ലാ. ഈ ദുആഇനെ നീ ഖബൂലാക്കണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളെ നാടുകളെ വീടുകളെ കുടുംബങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നിന്റെ പരിപാവനമായ വിശുദ്ധമായ ഹറം ശരീഫിലേക്ക് യാത്ര തിരിച്ച ആയിരക്കണക്ക് പതിനായിരക്കണക്കിന് ലക്ഷോപലക്ഷം വരുന്ന ഹജ്ജാജിമാരുടെ ഹജ്ജിമ്മമാരുടെ പരിശുദ്ധമായ ഹജ്ജ് ഉംറയും സിയാറത്തിനെയും മഖ്ബൂലും മർദിയുമാക്കണേ അല്ലാ. മഖ്ബൂലും മർദിയുമാക്കണേ അല്ലാ. ഈ ദുആ ഇന്ന് നീ സ്വീകരിക്കണം അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ലാ തർദന്ന ഐദിയനാ ഖായിബീൻ ബിസബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بحقه. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على